ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എന്നാണെന്നറിയോ? വില്ലേജ് സ്പേസസ് എന്ന നമ്മുടെ ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ദിന ആശംസകൾ. കാര്യം വിഷുവിൻ്റെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അടുക്കളയിലൊക്കെ സജീവമായിട്ട് വിവിധ തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന് തിരക്കായിരിക്കും എല്ലാവരും അല്ലേ? അപ്പം നമ്മളും ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ട്, അതായത് പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നെയ്യപ്പം എന്ന് പറയുന്നത്. ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ നല്ല നാടൻ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നെയ്യപ്പമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എന്നിട്ടുണ്ട് ഇത് ഒരു 1/2 കിലോ പച്ചരിയുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ്. ഉണ്ടോ? കാടിയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇത് കഴുകിയെടുത്തിരിക്കുന്നത്. ഒരു 4 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ ഈ അരി വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്നത്. കുതിർന്നതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കാം. ഇതേപോലെ ഒരു കൊട്ടയ്ക്കകത്തോട്ട് അരി അങ്ങോട്ട് ഊറ്റിയെടുക്കും. അപ്പോൾ ഇത് നല്ലപോലെ വെള്ളം ഒന്ന് വാർന്ന് വരട്ടെ. നമ്മൾ വിഷു അല്ലേ, ഇപ്പോൾ ഒരു മധുരം ആയിക്കോട്ടെ. എല്ലാവരും പായസം വെക്കുന്നത്, നമുക്ക് ഇച്ചിരി നെയ്യപ്പം ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചു അല്ലേ? വിഷുവിന് സത്യമാണ്, വിഷുവിന് എല്ലായിടത്തും പായസം തന്നെയാണ്. ഇത് നമ്മുടെ ചാനലിനകത്ത് കുറേയേറെ പായസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളതുകൊണ്ടാണ് നെയ്യപ്പം ആയിക്കോട്ടെ. എന്നാലും മധുരമല്ലേ, നമുക്കിനി സമയം കളയാതെ റെഡിയാക്കാം. ഇത് കുറച്ച് ശർക്കരയാണ്, ഏകദേശം ഒരു 350-400 ഗ്രാം അടുത്തുണ്ട്. ആ ശമല ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചേ. ആ ഒഴി. ആ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടുപ്പത്തോട്ട് വെക്കാം. അപ്പം ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ. അതെ. അപ്പം ശർക്കരയെല്ലാം ഒന്ന് ഉരുക്കിയിട്ടുണ്ട്. നൂൽപ്പരുവൊന്നും ആകണ്ട കേട്ടോ, കാരണം ഇത് ഉരുക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അത് ഉരുക്കിയിട്ടുണ്ട്. ആ കട്ട എല്ലാം ഒന്ന് പൊടിഞ്ഞ് എല്ലാം ഉരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പങ്ങ് നടത്താം. തൽക്കാലം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഈ തണുക്കണം, അഴിക്കട്ടെ. ശർക്കര പാനിയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇതേപോലൊരു ജാർ അങ്ങോട്ട് എടുക്കുക. വെള്ളമൊക്കെ നല്ലപോലെ വാർന്ന ശേഷം ആ അരി ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ജീരകമാണ്, നല്ല ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതും ഒരു 1/4 ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് പൊടി മതി. അല്പം ചുക്കുകൂടി കൂടെ ചേർക്കാം. നമ്മുടെ കയ്യിൽ അതില്ലാത്തൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ അരച്ചെടുക്കണം, അല്ലെങ്കിലേ ഞാനൊരല്പം എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇത് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിതിൻ്റെ അകത്ത് മൈദയോ ബേക്കിംഗ് സോഡയോ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ക്ഷമല ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കാര്യം ഇത് സാധാരണ നമ്മൾ നല്ല പൗഡർ പോലെ അരയല്ലേ, തരിയായിട്ട് വേണം. അടി ആ തരി പോലെ ആയോന്ന് ഒന്ന് ഇളക്കി നോക്കാം. നോക്കിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്നുകൂടെ കറക്കിയെടുക്കുക. മുറുക്കി അങ്ങ് അടച്ച് നോക്കി. പോരെ, ചെറിയ ഒരു തരിയായിട്ട് അത് അരച്ച് വെച്ചിട്ടുണ്ട്. അതിങ്ങിട്ട് എടുക്കുക ശേഷമല്ലേ നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിനുള്ള കൂട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ അരച്ച് വെക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. നെയ്യപ്പം അല്ലേ, അപ്പോൾ നെയ്യ് വേണമല്ലോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇതിപ്പം നമ്മൾ അറിയാമല്ലോ, ഇഡലിയുടെ ആ ഒരു രീതിയിലാണ് മാവ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതേപോലെ സ്പൂണിൽ ഇങ്ങനെ ഒഴിച്ചാൽ ഇത് അടന്ന് വരണം. ഇതുണ്ട്, ഇതേപോലെ ഈ രീതിക്ക് വേണം ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ രാത്രി ആകേണ്ട ഒരു 10 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ നേരം വെളുക്കുമ്പോഴത്തേക്കും
നല്ല രീതിയിൽ തന്നെ ആ മാവ് റെഡിയായിരിക്കും. നമുക്ക് എന്നിട്ട് നെയ്യപ്പം ഉണ്ടാക്കാം. നല്ല ഭദ്രമായിട്ട് അതൊന്ന് അടച്ചു വെക്കുക. ഇതിന് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. രാവിലെ ആകുമ്പോഴത്തേക്കും മാവ് റെഡിയാവും. പിറ്റേ ദിവസമായി നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിരിക്കുകയല്ലേ. എല്ലാവരും വിഷുവിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ. പുതിയ പുതിയ ഉടുപ്പുകളൊക്കെ ഇട്ട് ബന്ധുക്കാരും സ്വന്തക്കാരും എല്ലാം ഒത്തുകൂടുന്ന ഒരു സന്ദർഭമാണ് വിഷു എന്ന് പറയുന്നത്. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് ഒരിക്കൽ വിഷു കൈനീട്ടവും കിട്ടി. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. അതാണ് നമുക്കും ഇഷ്ടം അല്ലേ. നമുക്കും അതാ ഇഷ്ടം. എല്ലാവരും കണിയൊക്കെ കണ്ട് നേരം വെളുത്തല്ലോ. ഇനി നമുക്ക് ഇന്നലെ അരച്ച് വെച്ച നമുക്ക് നെയ്യപ്പം തുടങ്ങിയേക്കാം. അതെ ശരി. മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ അരച്ചതിനെക്കാട്ടി ഒരിച്ചിരി കൂടെ ഇവിടുന്ന് മുറുകിയിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് നെയ്യപ്പത്തിന് ഒരല്പം തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടാലും ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പാനം ചൂടായതിന് ശേഷം അത് ചൂടായതിന് ശേഷം ഇതേപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ആ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് ചുമന്ന് വരട്ടെ. ചുമന്നല്ലോ അല്ലേ. മതി, ഈ പരുവത്തിൽ മതി. കുറച്ച് എള്ളൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവ്. അടുപ്പ് നിർത്തിയ ശേഷമാണ് നമ്മൾ ആ എല്ലാം ഇട്ടിരിക്കുന്നത്. ചൂടായതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം അവിടെ നിന്ന് ഇളക്കി കൊടുക്കുക. തെയ്യ ഒരു രീതിക്ക് വേണം അത് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അടുപ്പ് ഒന്നുകൂടെ കത്തിക്കുകയാണ്. കത്തിച്ച ശേഷം ഇതേപോലെ ഒരു കുഴുവുള്ള ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഇഷ്ടമുള്ള ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഓരോ തവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇപ്പം നെയ്യപ്പം ആണേലും ഉണ്ണിയപ്പം ആണേലും റെഡിയാക്കുമ്പോഴത്തേക്ക് ഒരുപാട് തീ കൊടുക്കല്ലേ. ചെറിയ തീയിൽ വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം ഒന്ന് ചുമന്നതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ഇങ്ങോട്ട് കോരാം. ഇതേപോലെ ബട്ടർ പേപ്പർ അങ്ങോട്ട് വെച്ചിട്ട് എൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ചെറിയ തീ വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ചാൽ അതൊരു ഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീ തന്നെ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ ലാസ്റ്റത്തെയാണ് അതിലങ്ങോട്ട് കോരാം. എണ്ണ എല്ലാം ഇങ്ങനെ നിർത്തി കോരണം. ഇപ്പോൾ ഏകദേശം ഒരു 11-12 നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ പച്ചരി 400 ഗ്രാം ശർക്കര കൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന പഴയ രീതിയിലുള്ള ഒരു നെയ്യപ്പമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാമല്ലോ. കാര്യം പച്ചരിപ്പൊടിയാണെങ്കിൽ ഇതേപോലെ ഇച്ചിരി സോഡാപ്പൊടി മൈദയൊക്കെ കലക്കിയിട്ട് ഒരു 3-4 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒന്നും ചെയ്തതല്ല. നിങ്ങൾ കണ്ടില്ല, നമ്മളിത് പച്ചരി മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഐറ്റങ്ങളൊന്നും, അതായത് സോഡാപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കാതാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ശരി, അടിപൊളി നെയ്യപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ആവൊക്കെ ബന്ധമൊന്നും അറിയണ്ടേ. ഇതുണ്ട് ഉണ്ടോ, 2 സൈഡും നല്ല ക്ലിയറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റായ നെയ്യപ്പം. എന്നാ കഴിച്ചു നോക്കെ. വിഷു ആയിക്കോട്ടെ, എല്ലാവരും പായസം കഴിക്കും, നമ്മൾ നെയ്യപ്പം കഴിക്കുന്നു എന്നാ. നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല ആ മധുരമൊക്കെ കറക്റ്റല്ലേ. ആ മധുരവും ഇതും എല്ലാം കറക്റ്റാണ് നെയ്യപ്പം. തീർച്ചയായിട്ടും നെയ്യപ്പമൊക്കെ നമുക്ക് പലർക്കും അറിയാം. ഇതുപോലൊക്കെ ചെയ്യാനൊക്കെ കേട്ടോ. അറിയാൻ പറ്റാറുണ്ട്, ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അടിപൊളി നെയ്യപ്പം കേട്ടോ.
നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് നിന്നെ ആരും പറയല്ലേ. ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രുചികരവും അത്യാവശ്യം മധുരമൊക്കെ ആയിട്ടുള്ള ഒരു നെയ്യപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.